ഓക്കെ, ഇത് അവസാന ഭാഗമാണ്. ഏകദേശം നമ്മുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് നമുക്ക് 2 സ്ട്രിങ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ 2 സെക്ഷൻ അതിൻ്റെ സോൾഡറിങ് MC4 ഒക്കെ സോൾഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കും. സോൾഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് വെച്ചാൽ പോളി ക്രിസ്റ്റലൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രൈസുകളൊക്കെ നമുക്ക് കുറച്ച് കാണും. അങ്ങനെ കുറേ ഒരു എന്താ പറയുക ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. കാരണം എനിക്ക് വേനൽക്കാലത്ത് കിട്ടുന്ന സൂര്യൻ്റെ എനർജിയിൽ മാത്രമേ നമുക്ക് ചെറിയ നമ്മൾ തെളിഞ്ഞ വെയിലത്തും നമുക്ക് ആംബിയർ കിട്ടുന്നതാണ് നമുക്ക് മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട്. പിന്നെ അതുപോലെ ഈ 4, 3, 5 വർഷമുള്ള ഗ്യാരണ്ടിയിലെ മെഷീനുകളൊക്കെ വരുന്നുണ്ട്. മാക്സിമം നിങ്ങളൊരു 8-10 വർഷങ്ങളിലൊക്കെ മെഷീനുകൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് ഞാൻ താഴെ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഭാഗത്തിൻ്റെ താഴ്ഭാഗത്ത് നോക്കി നോക്കും, നല്ല ഫിനിഷായിട്ട് ക്ലിയർ. ഇനി ഭാവിയിൽ അവർ ഉടനെ തന്നെ ഓട് കാര്യങ്ങളൊക്കെ വിരിക്കാൻ ചെയ്യാണ്. ഇനി ഓട് കാര്യങ്ങൾ നിലവിലുണ്ടായിക്കോട്ടെ, നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇനി ആളുകൾ ചോദിക്കും, ഞാനിതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ കാലുകളൊക്കെ കറക്റ്റ് ബോക്സ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യും കേട്ടോ. കാരണം ഇവിടെ നമുക്ക് ഹോൾ ചെയ്തിട്ട് ഡ്രിൽ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് സബ്സിഡിനും ചെയ്യണോ നമുക്കതോ നമുക്ക് നല്ല ഗ്രേഡുകൾ നമുക്ക് പ്രൈവറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യണോ? അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും. ഒന്നത് വരും, ഞാൻ മേലെ കാണിച്ചു തരാം. ഓക്കെ, അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ, ശ്രമിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട്. അതായത് നമ്പർ 1, നമ്പർ 2, നമ്പർ 5 ഏതായാലും കുഴപ്പമില്ല. മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട്. അതിൽ നമുക്ക് വിക്രം, വാരി, റിനിസോൾ, അദാനി, ടാറ്റയ്ക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് പാനൽ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ടാണ്. അവിടെയാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈ ആളുകൾക്ക് എന്താ വെച്ചാൽ പാനൽ എന്താ വെച്ചാൽ എനിക്ക് 3 കിലോവാട്ട് വേണം, 5 കിലോവാട്ട് വേണം. ഇത് നമ്മളെ കാലാവസ്ഥയൊക്കെ മാറിയിരിക്കണം. നമുക്കൊരു കൊല്ലത്തിൽ ചിലപ്പോൾ 8 മാസം ഏകദേശം മഴയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു പ്രൈസ് കുറഞ്ഞാൽ എനിക്ക് 40,000 രൂപ കുറവുണ്ട്, 30,000 രൂപ കുറവുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് ഈ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് കിട്ടുന്നത് പോലെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ആരോടും വേണമെങ്കിൽ ചോദിച്ചു നോക്കുക, ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് കേട്ടോ. അപ്പോൾ അത്ര തന്നെ. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 450 വാട്ടിൻ്റെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് വെച്ച് നമ്മളൊരു 5 കിലോവാട്ട് സിസ്റ്റമാണ്. ഇതാവുമ്പോൾ നമുക്ക് ഞാൻ താഴെ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഒരു EV കാറുണ്ട്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉണ്ട്, അതുപോലെ AC-കളുണ്ട്. അവർക്കൊരു 9,000 മുതൽ ഒരു 11-10-500 രൂപ വരെ ബില്ലിനത് മാനേജ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇത് സത്യത്തിലിവിടെ വേറെ ആരൊക്കെ വന്ന് നോക്കിയിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒക്കെ പ്രയാസമാണ്, റിസ്ക്കാണ് കാര്യങ്ങളൊക്കെ. സംഭവം റിസ്ക് നമ്മൾ ഏൽക്കേണ്ടി വരും. നമ്മൾ അതിൻ്റെ രീതിയിൽ ആ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന 16 ഗേജിൻ്റെ 2.5 പൈപ്പുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വർക്ക് കുറച്ചൊക്കെ വരും, നമുക്ക് അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്വാളിറ്റി വെക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കോംപ്രമൈസ്, അവിടെ അത് ചെയ്യണം, പ്രൈസ് കുറക്കണം, അങ്ങനെ ഒരു രീതിയിൽ അതിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾക്ക് കൂര ഇങ്ങനെ 2 ഭാഗത്തേക്ക് ചെരിഞ്ഞതാണ്. അപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് വരും. ഈ ഭാഗത്ത് സ്ട്രക്ചർ നമ്മളിങ്ങനെ നമ്മൾ തെക്ക് ഭാഗം അങ്ങോട്ടാണ്, കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങോട്ടാണ്. ഇവിടെ ഇവർക്കൊരു ഏകദേശം ഒരു 8 മണി മുതൽ ഒരു 5 മണി 5:30 വരെ ഇവർക്ക് പ്രൊഡക്ഷനാണ്. ഇവർക്ക് നമ്മളൊരു 100% അല്ലെങ്കിൽ 90% പ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് അവിടെ ചെറിയൊരു കോണി വെച്ചാൽ അവർക്ക് സിമ്പിളായിട്ട് കയറി തന്നു. കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വേണോ എന്നാൽ നമ്മളെ കൂടെ പോരും പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാറമ്മൽ നൗഷാദിൻ്റെ വീട് നമ്മുടെ നാട്യമംഗലം, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് വരും. നമ്മൾ ഏകദേശം അടുത്ത പരിധിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട്. മേൽഭാഗത്ത് വർക്കുകൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ വരികയാണ്, വർക്ക് നടക്കുകയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 2 AC വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ നോക്കി ഒന്നിങ്ങോട്ട് എടുത്ത് വരും, ഇലക്ട്രിക്കൽ കാറ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബില്ലിന് നമുക്കൊരു 9,000 മുതൽ 10,500 രൂപ വരെ ബില്ലിനെ മാനേജ് ചെയ്യാം. ഇത് നല്ല ക്വാളിറ്റിയിൽ ചെയ്യാണ്ടെങ്കിൽ ഇത് നമുക്ക് സബ്സിഡി സംഭവങ്ങൾ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോഴും പോത്തനും കുറേ ഗ്രൂപ്പുകളുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പ്രൈസിൽ ചിലപ്പോൾ നമുക്ക് നല്ല കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഴഞ്ചൻ ഒരു 10-15 വർഷത്തിലേക്ക് പോകണോ, അതോ നമ്മൾ നിലവിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് പോലത്തെ ഇന്ത്യയിലെ ബെസ്റ്റ് പാനൽ 1-2 റാങ്ക് ലിസ്റ്റിൽ പെടുന്ന പാനലുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കട്ടെ. നിങ്ങൾ എവിടുന്ന് ഓൺ ഗ്രിഡ് ചെയ്യുമ്പോഴും എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും
അതുപോലെ വാട്സപ്പിലൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ മെഷീൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. മെഷീൻ്റെ കാര്യങ്ങളായാലും ഒരു 8-10 വർഷമൊക്കെ മേലെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ അതിൻ്റെ ACSPD DCSPD എർത്തിങ്ങിൻ്റെ കാര്യം 4 എർത്തിങ് അതിൽ കോപ്പർ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അത് നമ്മുടെ ഈ AC വെക്കുമ്പോൾ ഞാൻ എത്ര വെക്കേണ്ടത്, 2 AC വെക്കുമ്പോൾ എത്ര വെക്കേണ്ടത്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചും ബില്ലിനനുസരിച്ചോടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മളൊരു AC അതുപോലെ EV കാറുകളൊക്കെ എല്ലാ ആളുകൾക്ക്, ഇനി കാറുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ബില്ല് 2000-3000 മേലക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. വിശദമായിട്ട് അത് എൻ്റെ വാട്സപ്പിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ കൂടുതൽ ഈ കാറിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ടാറ്റയുടെ EV കാറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ നമുക്ക് 10-30 യൂണിറ്റോളം അല്ലേ മുഹമ്മദ്, 30 യൂണിറ്റോളം നമുക്കതിൽ എടുക്കും. കാരണം ഇത് നല്ല ഓട്ടം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബില്ല് അങ്ങനെ കയറും. അപ്പോൾ നമ്മൾ ഇത്തരക്കാർക്കൊക്കെ നമുക്ക് ഒരു ഓൺ ഗ്രിഡ് ഒരു 3 കിലോ, നമ്മുടെ ബില്ലിന് അനുയോജ്യമായിട്ടാണ് കേട്ടോ, ഒരു ഓൺ ഗ്രിഡ് 3 കിലോട്ട് 5 കിലോട്ട് ഓരോരുത്തരുടെ ബില്ലും കാര്യങ്ങളും യോജിച്ചനുസരിച്ചിട്ടാണ് പോയി. ഓക്കെ, ഇവരുടെ മീറ്ററും അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത കാര്യങ്ങൾ നമുക്ക് ഈ നമ്മുടെ മെഷീന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. നമ്മുടെ നെറ്റ് മീറ്റർ ഉള്ളെടുത്ത് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് എനർജി മീറ്ററും അതിൻ്റെ മെയിൻ സ്വിച്ചും കാര്യങ്ങളും വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേ നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് പൊസിഷൻ മാറ്റാം. അപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് നടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇങ്ങനെ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ചൂടാവാൻ നിൽക്കരുതല്ലോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കിയപ്പോൾ പൈപ്പ് ഇങ്ങനെ നേരെ അങ്ങോട്ടാണ് പോയിട്ടുള്ളത്. ഇത് എർത്തിങ്ങിൻ്റെ ഭാഗമൊക്കെയാണ്. അതുപോലെ AC DB അതുപോലെ DC DB കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അതിൽ നമ്മുടെ മെഷീന് 10 വർഷം ഗ്യാരണ്ടി ഉള്ള ഇവോയുടെ മെഷീനാണ്. അത് 8 വർഷം 10 വർഷം ഇവോ അതുപോലെ സോഫാറ് പുറത്തൊക്കെ നല്ല മെഷീനുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക. ISAയുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു എർത്തിങ്, നമ്മുടെ AC എർത്തിങ് നമ്മളിത് ഈ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നു. അതിവിടുന്ന് നമ്മൾ 2-3 മീറ്ററോളം മാറി നമ്മുടെ അടുത്ത എർത്തിങ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എർത്തിങ് കേട്ടോ മാറി. ഇതൊക്കെ നമ്മൾ എർത്ത് ചേമ്പറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടോ. അപ്പം 3 എർത്തിങ് വന്നു. ഇങ്ങനെ കുറേ ആളുകൾ എന്താ വെച്ചാൽ 2 എർത്തിങ്ങൊക്കെ ചെയ്യും, അലൂമിനിയത്തിൻ്റെ റാഡിടും. പ്രൈസുകൾ നമുക്ക് ഒരുപാട് കുറക്കാം. നിങ്ങളവിടെ കണ്ടില്ലേ മൾട്ടി ലൈറ്റിംഗ് അറസ്റ്ററൊക്കെ. ഇനി 4ാമത്തെ എർത്തിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറുവശമാണ്, കാണിച്ചു തരാം. ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ എർത്തിങ് നേരെ ഇങ്ങോട്ട് വന്ന് ഇതാ ഓക്കെ ഇവിടെ നേരെ നമ്മൾ എർത്ത് ചേമ്പറൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളെ റോഡിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഡിസൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 10 ടണ്ണിൻ്റെ വണ്ടി അതിന് മേലെ കൂടി കയറിയാലും ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ, ക്വാളിറ്റി കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇത്രയും എനിക്ക് പ്രത്യേകിച്ച് അതിൽ പറയാനുള്ളത്.